ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് വീറ്റ് ബ്രെഡാണ്. വീറ്റ് ബ്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല, അതുപോലെ തന്നെ മൾട്ടിഗ്രെയിൻ ബ്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഈ രണ്ടിലേതെങ്കിലും നമുക്ക് എടുക്കാം. ഇനി നമുക്കിതൊരു മിക്സറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 റോബസ്റ്റ പഴമാണ്. പിന്നെ ഇത് ചെറിയൊരു പീസസ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പഴം നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ചെറിയൊരു അളവിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റോബസ്റ്റ പഴം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഴം നന്നായിട്ട് വഴഞ്ഞ് വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ റോബസ്റ്റ് പഴത്തിന് പകരം നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് പഴം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ നമ്മൾ ആഡ് ചെയ്യണത് 150 മില്ലിയോളം ലോ ഫാറ്റ് മിൽക്കാണ്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാല് ഏകദേശം തിളയ്ക്കാറാവുമ്പോൾ നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാലും ബ്രെഡും നന്നായിട്ട് മിക്സ് ആവണ പോലെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പഴം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ലാസ്റ്റായിട്ട് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഏതെങ്കിലും ഒക്കെ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് തന്നെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആൽമണ്ട് പൗഡറാണ്. ഈ ടൈമിൽ നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കുട്ടികൾക്കാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷുഗറിന് പകരം ഒരു 3 or 4 ഡേറ്റ്സ് ഈ ടൈമിൽ തന്നെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് ഒരു 2 ഈന്തപ്പഴം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. മിക്സ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഴവും ആൽമണ്ടൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണിത്. കഴിയുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.